നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിനെയാണ് ശിക്ഷിച്ചത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ. വിവിധ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. കുണ്ടറയിൽ UDF സ്ഥാനാർത്ഥിയും കുന്നത്തൂർ പത്തനാപുരം മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളും കൊല്ലം ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് അറസ്റ്റിൽ. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 2200 രൂപ കുറഞ്ഞ് 1,07,040 രൂപയായി. ഗ്രാമിന് 275 രൂപയുടെ കുറവ്. വിശദമായ വാർത്തകളിലേക്ക്. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിനെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PM വിനോദ് ശിക്ഷിച്ചത്. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടത്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് ജീവപര്യന്തം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിന് ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് സർക്കാർ ആശുപത്രിയിൽ ജോലിക്കിടെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ജീവപര്യന്തവും വധശ്രമത്തിന് 307-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും 326-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും ശിക്ഷ അനുഭവിക്കണം. ആശുപത്രിയിൽ അതിക്രമം കാട്ടിയതിന് 5 വർഷം ശിക്ഷ ലഭിക്കും. IPC 323, 324, 332, 333 വകുപ്പുകൾ ഉൾപ്പെടെ 30 വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കൂ എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് ജീവപര്യന്തം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു. നിയമത്തിന് കൊടുക്കാൻ കഴിയുന്ന വിധി ഇതായിരിക്കുമെന്ന വന്ദനയുടെ അമ്മ വസന്തകുമാരി പറഞ്ഞു. പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. വധശിക്ഷ നൽകണം. അതിനേക്കാളുപരി മകൾ അനുഭവിച്ച വേദന പ്രതിയും അറിയണമെന്നും വസന്തകുമാരി പറഞ്ഞു. 2023 മെയ് 10-ന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ചികിത്സയ്ക്കായി പൂയപ്പള്ളി പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സ്കൂൾ അധ്യാപകനായിരുന്ന സന്ദീപ് അക്രമാസക്തനായി ആശുപത്രിയിലെ സർജിക്കൽ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സന്ദീപിന്റെ ആക്രമണത്തിൽ ഹോംഗാർഡ് Y അലക്സുകുട്ടി, പോലീസ് ഓഫീസർ മണിലാൽ, ആംബുലൻസ് ഡ്രൈവർ രാജേഷ്, അയൽവാസികളായ രാജേന്ദ്രൻ പിള്ള, ബിനു എന്നിവർക്കും പരിക്കേറ്റിരുന്നു. കഴിഞ്ഞയാഴ്ച പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായിരുന്നു. ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസെന്ന നിലയിൽ ഏറെ പൊതുജന ശ്രദ്ധയാകർഷിച്ച കേസായിരുന്നു ഡോക്ടർ വന്ദനദാസ് കൊലക്കേസ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ സാക്ഷികളായി വിസ്തരിച്ചു. അക്രമം നടക്കുമ്പോൾ ഡോക്ടർ വന്ദനദാസിനോടൊപ്പം കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനായിരുന്നു 1-ാം സാക്ഷി. 70-ലേറെ സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. 207 രേഖകൾ ഹാജരാക്കി. വിചാരണയ്ക്കിടെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ ഹാജരാക്കിയ കേസുമാണിത്. വൈദ്യശാസ്ത്ര രംഗത്തെ വിവിധ മേഖലകളിലെ 35 ഡോക്ടർമാരെയാണ് കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. കൂടാതെ കൃത്യത്തിന് തൊട്ടുമുമ്പ് പ്രതി സ്വന്തം മൊബൈൽ ക്യാമറയിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതാപ് ജി പടിക്കലായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, മഹേശ്വർ, ഹരീഷ് കാട്ടൂർ, നീരജ ഷാജി എന്നിവരും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. റൂറൽ SP ML സുനിലിന്റെ മേൽനോട്ടത്തിൽ DYSP MM ജോസാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂരിലെ LDF സ്ഥാനാർത്ഥി C അജയപ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പുനലൂർ RDOയ്ക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്.
ജയപ്രസാദ് ഞാൻ കേരള നിയമസഭയിലെ അംഗത്വ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസം ഇന്ത്യയുടെ പരിപാടികളിൽ പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി അജയപ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പുനലൂർ RDO ബീന ഹനീഫയ്ക്ക് മുൻപാകെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ സി അജയപ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പുനലൂരിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ഇടതുപക്ഷ നേതാക്കളുടെയും 100 കണക്കിന് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പട്ടണത്തിലൂടെ പ്രകടനമായിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥി എത്തിയത്. പത്രികാ സമർപ്പണ ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി PS സുപാൽ MLA, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ലിജു ജമാൽ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാബു പണിക്കർ, MA രാജഗോപാൽ, മുതിർന്ന CPI നേതാവ് ജോബോയ് പെരേര തുടങ്ങിയവർ പങ്കെടുത്തു. 100% വിജയപ്രതീക്ഷയിലാണെന്നും തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പുനലൂർ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തതായും സി അജയപ്രസാദ് പറഞ്ഞു. പുനലൂരിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ജനകീയ മുഖമാണ് സി അജയപ്രസാദ്. വലിയ ഭൂരിപക്ഷത്തിൽ തനിക്ക് ഇവിടെ നിന്നും ജയിക്കാനാകുമെന്നും സി അജയപ്രസാദ് പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ മേഖലയിലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എല്ലാവരും. എല്ലാ ആളുകളും സാധാരണക്കാരായിട്ടുള്ള ഒരു പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥിത്വമായി മനസ്സിലാക്കിയത്. കാരണം ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന റെയിൽവേ കരാർ ജീവനക്കാരൻ അപകടത്തിൽ മരിച്ചു. നീണ്ടകര വെളിത്തുരുത്ത് സ്വദേശി ശൈലേന്ദ്രനാണ് മരിച്ചത്. പന്മന ചിറ്റൂർ സ്വദേശിയായ ഇദ്ദേഹം നിലവിൽ നീണ്ടകരയിലാണ് താമസിക്കുന്നത്. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ബാംഗ്ലൂരുവിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ലോറിയും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. റെയിൽവേയിലെ കരാർ ജോലിക്കാരനായ പന്മന ചിറ്റൂർ ശ്രീകൃഷ്ണ ഭവനത്തിൽ കൊച്ചുപിള്ളയുടെ മകൻ ശൈലേന്ദ്രനാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. നിലവിൽ ഇദ്ദേഹം നീണ്ടകര വെളിത്തുരുത്തിലാണ് താമസിക്കുന്നത്. ഇടപ്പള്ളിക്കോട്ടയിൽ രാവിലെയായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, ചവറ. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റും മതിലും ഇടിച്ചു തകർത്തു. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അഞ്ചൽ ഏരൂർ ജംഗ്ഷന് സമീപമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റും സമീപത്തെ മതിലും ഇടിച്ചു തകർക്കുകയായിരുന്നു. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കില്ല. 10 അടി കാഞ്ഞവയൽ സ്വദേശിയുടേതാണ് വാഹനം. ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് വാഹനം ഓടിച്ചിരുന്ന യുവാവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. സ്വർണ്ണാഭരണങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സ്വർണ്ണാഭരണങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് ഭാര്യയെ ക്രൂരമായി ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ ആയിരനെല്ലൂർ കല്യാണിമുക്കിന് സമീപം നന്ദനം വീട്ടിൽ നന്ദകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയുടെയും മകന്റെയും പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുത്തു നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. വീട്ടിലെ ഹാളിൽ പ്രതി നന്ദകുമാർ ഭാര്യയുടെ കഴുത്തിന് കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും നിലത്ത് തള്ളിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടുമുറ്റത്തെത്തിയ യുവതി അമ്മയെ ഫോണിൽ വിളിച്ച് വിവരം പറയുന്നതിനിടെ ചൂരൽ ചീകാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് നന്ദകുമാർ ഭാര്യയുടെ നെഞ്ചിൽ വെട്ടുകയായിരുന്നു. ഇളയ മകനും അക്രമത്തിൽ പരിക്കേറ്റു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രതിക്കെതിരെ വധശ്രമം, മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചവറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കൊപ്പം RSP ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ചവറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കൊപ്പം RSP ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തി കൊല്ലം RDOയ്ക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. I do solemnly affirm
that I will bear true faith and allegiance to the Constitution of India as by law established, and that I will uphold the sovereignty and integrity of India. എൻ കെ പ്രേമചന്ദ്രൻ എം പി, AASIs പി ജെർമിയാസ് തുടങ്ങിയവരും ഷിബു ബേബി ജോണിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കുന്നത്തൂർ തഹസിൽദാർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കുന്നത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കുന്നത്തൂർ തഹസിൽദാർ ജോൺ സാമിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. ശാസ്താംകോട്ട ഫിൽറ്റർ ഹൌസിന് സമീപത്തു നിന്നും പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ഡോക്ടർ PK ഗോപൻ, PK ശിവശങ്കരപിള്ള, ഉഷാലയം ശിവരാജൻ, സെഡ് ആന്റണി, ശങ്കരപിള്ള തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. 6ാം തവണയാണ് കോവൂർ കുഞ്ഞുമോൻ മത്സരരംഗത്തിറങ്ങുന്നത്. നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കുന്നത്തൂർ താലൂക്കിൽ ഒരു സബ് RTO അതിൻ്റെ പ്രവർത്തനം ചക്കുളിൽ ആരംഭിക്കാൻ കഴിഞ്ഞതും ഈ ഘട്ടത്തിൽ ആണ് എന്ന് നിങ്ങളെ അറിയിക്കുക. മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിൽ വളരെ വർഷങ്ങളായി അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കൊന്നയിൽ കടവ് പാലം ഏതാണ്ട് 49 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേക്കലയുടെ ഗ്രാമപഞ്ചായത്തിനെയും മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലട ആറിന് കുറുകെ ഏതാണ്ട് 48 കോടി രൂപ അനുവദിച്ചുകൊണ്ട് കണ്ണങ്കാട്ട് കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പടിഞ്ഞാറേക്കലയുടെ വെട്ടിയതോട് പാലം നിർമ്മിച്ച് നമ്മുടെ നാടിന് സമർപ്പിക്കപ്പെടുകയുണ്ട്. നമ്മുടെ അസംബ്ലി മണ്ഡലത്തിൽ 10 ഗ്രാമപഞ്ചായത്തുകളിലായി കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കുടിവെള്ള പദ്ധതിക്കായി 139 കോടി 76 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. അത് ഞാങ്കടവ് പദ്ധതിയും ശൂരനാട് പദ്ധതിയും മൈനാഗപ്പള്ളി പദ്ധതിയും അങ്ങനെ ഓവർഹെഡ് ടാങ്ക് പണിഞ്ഞുകൊണ്ട് കുന്നത്തൂർ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധമായ ജലം എത്തിക്കുക, അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചടയമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി J ചിഞ്ചുറാണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ രജിസ്ട്രാർ K ജഗദീഷ് കുമാർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. ചടയമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി J ചിഞ്ചുറാണി പത്രിക സമർപ്പിച്ചു. ജില്ലാ രജിസ്ട്രാർ K ജഗദീഷ് കുമാർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കടക്കൽ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു പത്രിക സമർപ്പിക്കാനായി ചിഞ്ചുറാണി എത്തിയത്. ജോയിന്റ് കൗൺസിൽ ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സാം K ഡാനിയൽ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ പത്രിക സമർപ്പിച്ചു. താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ പത്രിക സമർപ്പിച്ചു. പത്തനാപുരം താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പം എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. ന്യൂസ് ബ്യൂറോ. വികസനമുണ്ട്, ഓരോ വഴിയും എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷനുണ്ട്. അങ്ങനെ എല്ലാ സ്കൂളുകളും നവീകരിച്ചു, 56 സ്കൂളുകൾ നവീകരിച്ചു. അതുപോലെ 46ഓളം അംഗൻവാടികൾ നവീകരിച്ച് ഹൈടെക് ആക്കി. ആശുപത്രികളെ ഹൈടെക് ആക്കി. മെഡിക്കൽ ആശുപത്രി, എല്ലാ ആശുപത്രിയിലും ലാബുകൾക്കായ ആവശ്യമായ സർവ്വ ഉപകരണങ്ങളും ഗവൺമെന്റിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും മറ്റു ഫണ്ടുകളിൽ നിന്നും വാങ്ങിക്കൊണ്ടിരുന്നു. പത്തനാപുരം, കൊല്ലം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. കൊല്ലം മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാറും ചാത്തന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി BB ഗോപകുമാറുമാണ് പത്രികകൾ സമർപ്പിച്ചത്. കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രസന്നിധിയിൽ നിന്നുമാണ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാർ പ്രവർത്തകർക്കൊപ്പം പ്രകടനത്തോടെ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. വരണാധികാരിയായ ചീഫ് അഗ്രികൾച്ചറൽ ഓഫീസർ ഡീന എബ്രഹാം മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. I, Pradap Kumar, having been nominated as a candidate for the seat in the Kerala Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as solemnly affirmed by law established, and that I will uphold the sovereignty and integrity of India. Pradap Kumar,
ഭാര്യയും സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ മഞ്ജു പ്രതാപ്, BJP സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ S. ഡിനി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ചാത്തന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ പ്രവർത്തകർക്കൊപ്പം ആനന്ദവല്ലീശ്വരം ക്ഷേത്രമൈതാനിയിൽ നിന്നും പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. ഡെപ്യൂട്ടി കളക്ടർ അനിത നായർ മുമ്പാകെയാണ് ഗോപകുമാർ പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വന്യമൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. കാരണമറിയാതെ പ്രദേശവാസികൾ. പത്തനാപുരം കറവൂരിലാണ് മ്ലാവിനെ ചത്ത നിലയിൽ കണ്ടത്. കുളമ്പ് രോഗമാണോ എന്ന സംശയവുമുണ്ട്. ചൂടിന്റെ കാഠിന്യവും മൃഗങ്ങൾ ചാവാൻ കാരണമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. കറവൂർ കാരിക്കുഴി റോഡിൽ മാസ്റ്റർപടി റോഡ് സൈഡിൽ തെക്കേപ്പുറത്ത് വീട്ടിൽ സാംകുട്ടിയുടെ റബ്ബർ തോട്ടത്തിലാണ് മ്ലാവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മ്ലാവിനെ കൂടാതെ പന്നി ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടുമ്പുറത്ത് ചത്തുകിടക്കുന്ന സാഹചര്യമുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കറവൂർ കാരിക്കുഴി റോഡിൽ നമ്മുടെ കുന്നുംപുറത്തോട്ട് പോകുന്ന വഴിയിൽ തെക്കേപ്പുറം മാസ്റ്റർപടി റോഡിൽ ഒരു മ്ലാവ് റോഡരികിൽ ചത്തുകിടക്കുകയാണ്. ഇത് നമ്മുടെ ഒരു സഹോദരൻ്റെ വസ്തുവാണ്. ആ വസ്തു റബ്ബറിനകത്താണ് ഈ മ്ലാവ് ചത്തുകിടക്കുന്നത്. ഈ ഇതുപോലുള്ള രോഗങ്ങൾ, കുളമ്പ് രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിച്ച് മ്ലാവും പന്നിയും ഉൾപ്പെടെ നാട്ടും പ്രദേശത്ത് വന്ന് ചാവുന്ന ഒരവസ്ഥ നമ്മൾ ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നു. മ്ലാവിനൊക്കെ ഒരുപാട് രോഗങ്ങൾ വന്ന് ചാവുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള കന്നുകാലികൾക്ക് കൂടി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു രീതിയാണ്. അത് മാറുവാൻ വേണ്ടുന്ന നടപടി സർക്കാരും അതിനു വേണ്ടുന്ന ഉദ്യോഗസ്ഥരും എടുക്കണം. കുളമ്പ് രോഗമാണോ ഇവയുടെ മരണ കാരണമെന്നും സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രദേശത്തെ കന്നുകാലികളിലേക്കും രോഗം പടരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. കാടിനുള്ളിൽ ആഹാരവും ജലവും ലഭ്യമല്ലാത്തതിനാൽ പലപ്പോഴും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് തന്നെ അറിയാം, ഇന്ന് ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള കന്നുകാലികൾ കുളമ്പ് രോഗം വന്ന് ചാവാൻ ഇടയാവുന്നതിന് ഉള്ള പ്രധാന കാരണം ഇതുപോലുള്ള മൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ കടന്നു വരുന്നത് മൂലമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കുവാൻ കാട്ടുതീ പോലുള്ള തീകൾ പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാരം കഴിച്ച് ഒക്കെ മൃഗങ്ങൾ ഈ രോഗങ്ങൾ മാറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ആ കാട്ടുതീ ഇല്ലാത്തത് കാരണം ഒരുപാട് വിഷയങ്ങൾ കടന്നു വരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുണ്ടറയിൽ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. PC വിഷ്ണുനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഓഫീസ് ആരംഭിച്ചത്. UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ കൊല്ലം ജില്ല ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും UDF പരാജയപ്പെട്ടിട്ടുള്ളപ്പോഴാണ് ഇവിടെ ഇടതുമുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കൊല്ലം ഉൾപ്പെടെ നമ്മുടെ ദക്ഷിണ കേരളത്തിലെ ബഹുഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും UDF ഇടതുമുന്നണിയെ തൂത്തെറിഞ്ഞുകൊണ്ട് വിജയിക്കുമോ? അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് 100 സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് UDF അധികാരത്തിൽ വരുമെന്ന് ആഹ്വാനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. RSP കേന്ദ്ര കമ്മിറ്റി അംഗം TC വിജയൻ, KPCC സെക്രട്ടറി LK ശ്രീദേവി, DCC ജനറൽ സെക്രട്ടറിമാരായ KRV സഹജൻ, പാണ്ഡവപുരം രഘു, K ബാബുരാജൻ, ആന്റണി ജോസ്, UDF കുണ്ടറ നിയോജക മണ്ഡലം കൺവീനർ വേണുഗോപാൽ, ബ്ലോക്ക് പ്രസിഡന്റ് രാജു D പണിക്കർ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുളത്തൂർ രവി, ഫിറോസ് ഷാ സമദ്, സാം വർഗീസ്, സിന്ധു ഗോപൻ, G വിനോദ് കുമാർ, മധുലാൽ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുണ്ടറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ് പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടറുടെ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കുണ്ടറ മണ്ഡലം UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ V ജയമോഹന് മുമ്പാകെയായിരുന്നു പത്രികാ സമർപ്പണം. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, P ജർമിയാസ്, RSP കേന്ദ്ര കമ്മിറ്റി അംഗം TC വിജയൻ, UDF കുണ്ടറ മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം, DCC ജനറൽ സെക്രട്ടറിമാരായ ഫൈസൽ കുളപ്പാടം, KRV സഹജൻ, K ബാബുരാജൻ, പാണ്ഡവപുരം രഘു, കായിക്കരുന്ന ബാബ്, കല്ലട ഗിരീഷ്,
CBVT മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, യു വാഹിദ, ഷെരീഫ് ചന്ദ്രനത്തോപ്പ്, അരുൺ അലക്സ്, രാജു ഡി പണിക്കർ, AL നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുണ്ടറയിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാർ മണ്ഡല പര്യടനം ആരംഭിച്ചു. തൃക്കോവിൽവട്ടം, നെടുമ്പന പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ഗൃഹസന്ദർശനം നടത്തി. കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാറിന്റെ മണ്ഡല പര്യടനമാണ് ആരംഭിച്ചത്. തൃക്കോവിൽവട്ടം, നെടുമ്പന ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ അദ്ദേഹം ഗൃഹസന്ദർശനം നടത്തി. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ മുഖത്തല, കല്ലുവെട്ടാങ്കുഴി, സഹകരണ ബാങ്ക് ജംഗ്ഷൻ, പഞ്ചായത്ത് ഓഫീസ്, കിഴവൂർ, ഡീസന്റ് മുക്ക, മൈലാപ്പൂർ, നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ കവലയിൽ മുക്ക, നല്ലില, പള്ളിവേട്ടക്കാവ്, കിഴങ്ങുവിള ജംഗ്ഷൻ, മുട്ടക്കാവ്, കണ്ണനല്ലൂർ തുടങ്ങിയിടങ്ങളിലായിരുന്നു LDF സ്ഥാനാർത്ഥി SL സജികുമാറിന്റെ ഗൃഹസന്ദർശനം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 2200 രൂപയാണ് കുറഞ്ഞത്. ഫെബ്രുവരി 2-ന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വിലയാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 275 രൂപ താഴ്ന്ന് 13,380 രൂപയായി. സ്വർണ്ണവിലയിൽ കനത്ത തകർച്ചയാണ് ഉണ്ടായത്. ശനിയാഴ്ച രാവിലെ പവൻ വില ഒറ്റയടിക്ക് 2200 രൂപ കുറഞ്ഞ് 1,07,040 രൂപയിലെത്തി. ഫെബ്രുവരി 2-ന് ശേഷം കുറിക്കുന്ന ഏറ്റവും താഴ്ന്ന വിലയാണിത്. ഗ്രാമിന് 275 രൂപ താഴ്ന്ന് 13,380 രൂപയായി. ജനുവരി 29-ന് കുറിച്ച 1,31,160 രൂപയാണ് കേരളത്തിൽ പവന്റെ റെക്കോർഡ്. ഇതിനുശേഷം 24,120 രൂപ കുറഞ്ഞു. ഗ്രാമിന് 16,395 രൂപ എന്ന റെക്കോർഡിൽ നിന്ന് കുറഞ്ഞത് 3,015 രൂപയാണ്. ഇറാനെതിരെ US ഇസ്രായേലി സഖ്യം ആക്രമണം തുടങ്ങിയത് ഫെബ്രുവരി അവസാനമാണ്. ഇതിനുശേഷം മാർച്ചിൽ ഇതുവരെ പവന് 16,680 രൂപ കുറഞ്ഞു. ഗ്രാമിന് കുറഞ്ഞത് 2,085 രൂപയാണ്. യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര എണ്ണവില കൂടുന്നതാണ് സ്വർണ്ണവിലയെ പ്രധാനമായും ബാധിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചതോടെ ലോകരാജ്യങ്ങളിലാകെ പണപ്പെരുപ്പ പേടി ശക്തമായി. പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാൻ പലിശ നിരക്ക് കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര ബാങ്കുകൾ. അടിസ്ഥാന പലിശ നിരക്ക് ഉയർന്നാൽ US ഡോളർ, കടപ്പത്രത്തിലെ നിക്ഷേപ നേട്ടം, ബാങ്ക് നിക്ഷേപ പലിശ എന്നിവ ഉയരും. ഇത് ഗോൾഡ് ETF, സിൽവർ ETF എന്നിവയെ അനാകർഷകമാക്കും. ഡോളറിലാണ് രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം. ഡോളർ കരുത്താർജിക്കുമ്പോൾ സ്വർണം വാങ്ങുന്നത് ബുദ്ധിമുട്ടേറിയതാകും. ഇത് ഡിമാൻഡിനെ ബാധിക്കുമെന്നതും വിലയെ സ്വാധീനിക്കുന്നു. ന്യൂസ് ഡെസ്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിനെയാണ് ശിക്ഷിച്ചത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ. വിവിധ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. കുണ്ടറയിൽ UDF സ്ഥാനാർത്ഥിയും കുന്നത്തൂർ, പത്തനാപുരം മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളും കൊല്ലം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് അറസ്റ്റിൽ. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 2200 രൂപ കുറഞ്ഞ് 1,07,040 രൂപയായി. ഗ്രാമിന് 275 രൂപയുടെ കുറവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.